നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ഷേത്രോത്സവം നടക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടിയും കെട്ടി സംഗീത പരിപാടിക്കിടെ വിപ്ലവ ഗാനവും പാടി എയറിൽ കയറിയ CPM-ന് പണി അതുകൊണ്ട് തീരുന്നില്ല. മുട്ടൻ പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമായിരുന്നു DYFIയും CPM ഗ്രൂപ്പും കാണിച്ചുകൂട്ടിയത്. കടയ്ക്കൽ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വിഷയം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സംഗീത പരിപാടി നടക്കുന്നതിനിടയിൽ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടിയത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരു പ്രചാരണത്തിന് വേണ്ടി കൂടി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. എന്നാൽ ഈ വിഷയം അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. നടപടികൾ എടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, കൊടിതോരണങ്ങളെല്ലാം കൊണ്ട് കെട്ടി ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനവും കാണിച്ചിരിക്കുകയാണ്. ഇതിന് ഹൈക്കോടതി കയറി പൊട്ടിക്കും എന്നുള്ളതും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ല. ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകും. ദേവസ്വം വിജിലൻസ് SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് PS പ്രശാന്ത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിവാദം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് ചിഹ്നമോ കൊടിയോ ആയാലും ക്ഷേത്ര പരിസരത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കോടതി വിധിയുണ്ട്. അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടു പോകും. ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നതാണ് പ്രാഥമികമായ നിരീക്ഷണമെന്നും പ്രശാന്ത് പറഞ്ഞു. വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയാൽ നടപടികൾ ഉറപ്പാണ്. ദേവസ്വം ബോർഡിന് വിമർശനവും നേരിടേണ്ടി വരും. ഇത് മനസ്സിലാക്കിയാണ് വിവാദം ഉണ്ടാകുമ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നതെന്ന് പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉപദേശക സമിതി വിശദീകരണം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് SP വിജിലൻസിന് അന്വേഷണത്തിനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പ്രശാന്ത് പറയുന്നു. സംഗീത പരിപാടിയിൽ CPM-ന്റെ പ്രചാരണ ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും പാടിയതാണ് വിവാദമായി മാറിയിരിക്കുന്നത്. DYFI കൊടികളുടെയും തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രചാരണ ഗാനങ്ങൾ പാടിയത്. ഇതെല്ലാം ഹൈക്കോടതി ക്ഷേത്ര പരിസരത്ത് നിരോധിച്ചിട്ടുള്ളതാണ്. ഗസൽ ഗായകനായ അലോഷി ആദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിനിടെ കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പുഷ്പനെ കുറിച്ചുള്ള പാട്ടുകൾ അടക്കമാണ് പാടിയത്. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കാണികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പാട്ടുകൾ പാടിയത് എന്നായിരുന്നു ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ വിശദീകരണം. ഹൈക്കോടതി വിധിയെപ്പോലും അവഗണിച്ച് കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിൽ പാർട്ടി പാട്ട് പാടിച്ചതിനെതിരെ വിവാദം ഇപ്പോൾ കത്തിക്കയറുകയാണ്. ക്ഷേത്ര കമ്മിറ്റി പിടിച്ചെടുക്കണമെന്ന പാർട്ടി തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചാണ് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ കടയ്ക്കൽ ദേവീക്ഷേത്ര കമ്മിറ്റിയിൽ CPM പ്രവർത്തകർ മൃഗീയ ഭൂരിപക്ഷം നേടിയത് എന്നുള്ള ആരോപണം ശക്തമാകുകയാണ്. CPM-ന്റെ പാർട്ടി പരിപാടികൾക്ക് പോലും ക്ഷേത്രമുറ്റം ഉപയോഗപ്പെടുത്താൻ ഈ കമ്മിറ്റി അനുവാദം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ വേദിയായി ആദ്യം നിശ്ചയിച്ചത് ഈ ക്ഷേത്ര മൈതാനമായിരുന്നു. വ്യാപക പ്രതിഷേധമുണ്ടായെങ്കിലും CPM പ്രവർത്തകർ ആദ്യം ഇത് വകവെച്ചില്ല. തുടർന്ന് UDF കോടതിയെ സമീപിച്ചാണ് വേദി മാറ്റിച്ചത്. അന്നത്തെ രാഷ്ട്രീയ പരാജയം ഇപ്പോൾ തിരുവാതിര ഉത്സവത്തിന് CPM തീർത്തു. പാർട്ടിയുടെ പോഷക സംഘടനയായ CITU സ്പോൺസർ ചെയ്ത ഇടതുപക്ഷ ഗായകനെ വരുത്തിയപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയ കളിയാണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കാരനായ ഒരാളെ കൊണ്ട് തന്നെ പുഷ്പൻ പാട്ട് പാടാമോ എന്ന് ആവശ്യപ്പെടുന്നു. പാട്ട് പാടുമ്പോൾ പശ്ചാത്തലത്തിൽ പാർട്ടി ചിഹ്നവും പേരും കൊടിയുമെല്ലാം തെളിയുന്നു. ക്ഷണിച്ചു വരുത്തിയ പാർട്ടി നേതാക്കൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്ന് വ്യക്തമാകുന്നു എന്നാണ് ആരോപണം വരുന്നത്. ഇതിനിടെ ഈ ക്ഷേത്രത്തിൽ ബോധപൂർവം ഇത്തരം സാഹചര്യം ഉണ്ടാക്കി ചർച്ച ചെയ്യാൻ BJPക്ക് CPM അവസരമുണ്ടാക്കിയെന്ന് കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഉത്സവത്തിന് ഇത്തരം രാഷ്ട്രീയമായ ഒരു മുഖം നൽകുന്നത് ശരിയല്ല എന്ന് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PR
സന്തോഷ് പ്രതികരിച്ചത്. മറ്റിടങ്ങളിൽ ഇങ്ങനെ പാടുമോ എന്ന് BJPയുടെ നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നില്ല. കടയ്ക്കൽ തിരുവാതിര വൈജാത്യമില്ലാത്ത നടത്തുന്ന ഉത്സവമാണ്. അവിടെ രാഷ്ട്രീയം കൊണ്ടുവന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഏത് പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്താലും കോൺഗ്രസ് അപലപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പ്രചാരണ വേദിയായി ഉപയോഗിക്കരുത് എന്നതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. അതിന് യോജിക്കുന്ന പ്രത്യേക വേദികളുണ്ട്. അവിടെയാണ് രാഷ്ട്രീയം പറയേണ്ടത്. പുഷ്പനെ അറിയാമോ എന്ന് കടയ്ക്കലെ തമ്പുരാട്ടി അമ്മയോടല്ല ചോദിക്കേണ്ടത്. പുഷ്പന് തന്നെ രാഷ്ട്രീയമായി പ്രസക്തി ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. കടയ്ക്കൽ നിവാസികളുടെ വികാരത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തുകയാണ് CPM ചെയ്തതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ പരിപാടി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. CPM ഉരുണ്ട് കളിക്കാൻ നിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യുന്ന നിലപാട് തെറ്റാണ്. കോൺഗ്രസ് ഇതിനെ അപലപിക്കുന്നതായും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.